നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മണി ന്യൂസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും പെൻഷൻ ഉറപ്പാക്കുന്ന ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന സാർവത്രിക പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. രാജ്യത്തെ എല്ലാവർക്കും പെൻഷൻ എന്ന ആശയം പുതിയതല്ല. നിലവിൽ സർക്കാർ ജീവനക്കാർക്കും സംഘടിത മേഖലയിലുള്ളവർക്കും പെൻഷൻ പദ്ധതികളുണ്ട്. എന്നാൽ സ്വകാര്യ മേഖലയിലും അസംഘടിത മേഖലയിലും ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ആളുകൾക്ക് പലപ്പോഴും പെൻഷൻ ലഭ്യമല്ല. ഈ അവസ്ഥ മാറ്റാനാണ് കേന്ദ്ര സർക്കാർ സാർവത്രിക പെൻഷൻ പദ്ധതി എന്ന പുതിയ ആശയവുമായി വരുന്നത്. എന്താണ് ഈ സാർവത്രിക പെൻഷൻ പദ്ധതി? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള പെൻഷൻ പദ്ധതിയാണ്. അതായത് രാജ്യത്തെ ഓരോ പൗരനും അവർ ഏത് തൊഴിൽ സെക്ടറിൽ ജോലി ചെയ്യുന്നു എന്നതും വരുമാനം എത്രയാണെന്നതും പരിഗണിക്കാതെ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ പെൻഷൻ ലഭിക്കുന്ന ഒരു സംവിധാനം. ഇപ്പോൾ നിലവിലുള്ള പെൻഷൻ പദ്ധതികൾ പലപ്പോഴും സർക്കാർ ജീവനക്കാർക്കും വലിയ കമ്പനികളിലെ ജീവനക്കാർക്കും മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, ദിവസവേതനക്കാർ, ചെറുകിട കച്ചവടക്കാർ തുടങ്ങി സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിനും പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമല്ല. ഈ വിടവ് നികത്താനാണ് സാർവത്രിക പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. സാമൂഹ്യ സുരക്ഷ. എല്ലാ പൗരന്മാർക്കും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വാർദ്ധക്യത്തിൽ വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ദാരിദ്ര്യം കുറയ്ക്കുക. പെൻഷൻ ലഭിക്കുന്നതോടെ ദാരിദ്ര്യം ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഇത് വലിയൊരു ആശ്വാസമാകും. അസംഘടിത മേഖലയ്ക്ക് പ്രയോജനം. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും പെൻഷൻ ആനുകൂല്യം ലഭ്യമല്ലാത്ത അവസ്ഥയ്ക്ക് മാറ്റം വരും. ഇത് അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കും. സാമ്പത്തിക ഉത്തേജനം. പെൻഷൻ വരുമാനം ലഭിക്കുമ്പോൾ ആളുകളുടെ കയ്യിൽ പണം എത്തും. ഇത് കൂടുതൽ ആളുകൾ സാധനങ്ങൾ വാങ്ങാനും കച്ചവടം മെച്ചപ്പെടുത്താനും സഹായിക്കും. അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് ഉത്തേജകമാകും. സാർവത്രിക പെൻഷൻ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. എങ്കിലും ഇതൊരു വലിയ ചുവടുവയ്പ്പാണ്. സാധാരണക്കാരായ ആളുകൾക്ക് ഇത് വലിയ പ്രതീക്ഷ നൽകുന്നു. നിലവിൽ ലഭ്യമായ സർക്കാരിന്റെ പെൻഷൻ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദേശീയ പെൻഷൻ സ്കീം. ഇതൊരു വോളണ്ടറി പദ്ധതിയാണ്. ഉപയോക്താക്കൾ ഇതിനായി ഒരു നിശ്ചിത തുക അടയ്ക്കേണ്ടതുണ്ട്. അടൽ പെൻഷൻ യോജന. അസംഘടിത തൊഴിലാളികൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതി. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന. 60 വയസ്സിനു ശേഷം കർഷകർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി. പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന. അസംഘടിത തൊഴിലാളികൾക്കുള്ള പെൻഷൻ പദ്ധതി. 60 വയസ്സിനു ശേഷം പെൻഷൻ നൽകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.